അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കണം. അൽഹംദുലില്ലാ നമുക്ക് കുടുംബത്തിലും എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ മഴയൊക്കെ ഇന്ന് മഴ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴ. ഇന്നലെ 1 മണിക്ക് കറണ്ട് പോയിട്ട്, പകൽ 1 മണിക്ക് കറണ്ട് പോയിട്ട് രാത്രി 9:30-10 മണിയായിട്ടുണ്ടാവും കറണ്ട് വന്നപ്പോൾ. അതുകൊണ്ട് ചാർജ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആരെയും ലൈവിലൊന്നും കയറാൻ പറ്റില്ല. രാത്രി ഇടുന്നവരെ ലൈവിലൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. ഒന്നും വിചാരിക്കരുതേ, ചാർജ് ഉണ്ടാകുന്നില്ല സെറ്റിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് ഒരു ക്രീമിനെ കുറിച്ചാണ്. അതായത് സാജിദ അടുത്തുള്ളൊരു ക്രീം. അവളെ പേരിലും കൂടി ആക്കിയിട്ടാണ് ഇപ്പോൾ മറ്റേ ഓൺലൈൻ കൂടെ ഇതിൽ കൂടെ ഒക്കെ വിൽക്കാൻ നിൽക്കണത്. അപ്പോൾ ആ ക്രീം വെളുക്കാനുള്ള ക്രീം രാത്രി മാത്രം തേക്കുക. പകൽ അത് തേച്ചിട്ട് പുറത്തിറങ്ങാനോ പകൽ തേക്കാനോ പാടില്ല എന്നുള്ളത് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തേച്ചിട്ട് പകൽ പുറത്തിറങ്ങി ഞങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അവൾ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും പണി കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പണി കിട്ടിയ ഒരാളെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ക്രീം വാങ്ങുന്നതുകൊണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. എനിക്കറിയാവുന്ന ആൾ ഡോക്ടറെ കണ്ട്, സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട്, ഡോക്ടർ എഴുതി കൊടുത്തപ്പോൾ, ഈ മരുന്ന് കൊടുത്തപ്പോൾ നല്ല കറുത്ത ആളായിരുന്നു. ഒരു സ്ത്രീയാണ്, കറുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ക്രീം കൊടുത്തപ്പോൾ തന്നെ ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് പലർക്കും പല വിധത്തിലാണ് വരിക. ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ചനെ ബാധിക്കും, ചിലർക്ക് തലമുടി കൊഴിഞ്ഞു പോകും, ചിലർക്ക് സ്കിന്നിന് തന്നെ പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും മൂപ്പത്തിയർക്ക് വെളുത്താൽ മതിയായിരുന്നു. പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊന്നും മൂപ്പത്തിയർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, വെളുത്താൽ മതി. അങ്ങനെ ഈ ക്രീം വാങ്ങിയിട്ട് വന്നിട്ട് 3 ദിവസം രാത്രി തേച്ചിട്ട് രാവിലെ കഴുകിക്കളഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, എന്താ ഒരു പ്രത്യേകത, ഒരു തെളിച്ചം കാണുന്നുണ്ടല്ലോ, നല്ല കറുത്താളാട്ടോ, ഒരു തെളിച്ചം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ പോയത് ഒരു പെണ്ണാണ്. അപ്പോൾ ഈ കൂടെ പോയ പെണ്ണ് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടുണ്ട്, അത് തേച്ചതുകൊണ്ടാണ് അങ്ങനെ മാറ്റം തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേമാതിരി ഒരു മഴക്കാലത്തിൻ്റെ തുടക്കം, വലിയ വെയിലില്ല, മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം. അപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമായപ്പോൾ മുപ്പത്തിയേരെന്ത് വിചാരിച്ചെന്നറിയോ, വെയിലില്ലല്ലോ, അതുകൊണ്ട് പകൽ നമുക്കിത് തേച്ചിട്ട് നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത് രാത്രി തേച്ച് രാവിലെ കഴുകിക്കളഞ്ഞ് വീണ്ടും രാവിലെ തേച്ച് പണിക്ക് പോണ ആളാണ്, പാവപ്പെട്ട ആളാണ്. അപ്പോൾ പണിക്ക് പോയി ഒരു 4-5 മണിയായപ്പോൾ പണി വിട്ട് വരുമ്പോൾ തന്നെ, അതിന് മുമ്പ് തന്നെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഖം കറുത്ത മുഖം ചുമന്ന കളറായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ് മുഖം ഇങ്ങനെ ചുമന്നിരിക്കണ് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമാണ് മുപ്പത്തേർക്ക് തോന്നിയത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കറുത്ത ആൾ ചുമക്കുക പറഞ്ഞ ഒരു സന്തോഷമല്ലേ. ആ ക്രീമിൻ്റെ ഒരു മറ്റേ ഇത് എത്രത്തോളം ഉണ്ട്, ഡോക്ടർ തന്ന ക്രീം അത്രയും നല്ല ക്രീമാണല്ലോ എന്ന് വിചാരിച്ച് മുപ്പത്തേരും. കണ്ടവരും അങ്ങനെ തന്നെ വിചാരിച്ചു, കാരണം നമുക്കിതിനെ പറ്റി അറിയില്ലല്ലോ. അതുകൊണ്ട് കണ്ടവരും അങ്ങനെ തന്നെ, ആ തെറ്റില്ലല്ലോ, എന്നാൽ കറുത്തവരൊക്കെ ഒന്ന് പോയാൽ മതി, വെളുക്കാലോ എന്ന് പറഞ്ഞു ഞങ്ങൾ. അന്നത്തെ ദിവസം അങ്ങനെ പോയി. രാത്രി ആയപ്പോൾ വന്ന് പണിക്ക് പോയി വന്ന് അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് രാത്രിയും തേച്ചു. പിറ്റേ ദിവസം പണിക്ക് വന്നപ്പോഴും അതേമാതിരി തേച്ചു. പിറ്റേ ദിവസം പകലായപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ മുഖത്തിൻ്റെ കളറ് ചുവപ്പ് മാറിയിട്ട് ഒരു വികൃത കറുപ്പാകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു സൈസ് മറ്റേ മുഖത്തുനിന്നൊക്കെ ഒരു എന്തെന്ന് നമ്മളെ മീനിൻ്റെ ചെളുക്ക വരുന്ന മാതിരി, തൊലി ഇങ്ങനെ അടർന്ന് വരുന്ന മാതിരി ഒരു അനുഭവം തോന്നി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇന്ന് ഉപയോഗിക്കേണ്ട, നോക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് രാത്രി മാത്രം ഉപയോഗിക്കണം എന്നാൽ പകൽ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പകലും ഉപയോഗിച്ചു. 3 ദിവസം രാത്രി ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ പകലും ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് പകൽ ഉപയോഗിച്ചതാണ്, അതാണ് കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു. എന്തിന് ചുരുക്കി പറയണ്, ഒരാഴ്ച കൊണ്ട് വെളുക്കുകയും ചെയ്തു, കറുക്കുകയും ചെയ്തു, മുഖം വികൃതമായി പിശാസിൻ്റെ കോലത്തിലായി. അതായത്
ചുമന്ന മുഖം ഇങ്ങോട്ട് വിണ്ടിട്ട് ഈ തൊലികൾ ഇങ്ങനെ പൊങ്ങി നിന്നു. തൊലി പൊങ്ങി നിന്നിട്ട് ഇങ്ങനെ വിണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തു കൂടെയുള്ള ചുമന്ന കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. ഈ തൊലികളാണെങ്കിൽ കറുത്ത രൂപത്തിൽ ഇങ്ങനെ വിണ്ട് നിൽക്കുക. നമ്മൾ കാണില്ലേ ഓരോ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരു സ്കിന്നിൻ്റെ രോഗം, ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോകുന്ന അസുഖമുള്ള ആൾക്കാരെ കാണില്ല, അതേമാതിരിയായി. അപ്പോൾ വെളുക്കാൻ വേണ്ടി അതോടുകൂടി വെളുക്കേണ്ട പൂതി തീർന്നു. അപ്പോൾ ഇത് പലവർക്കും പല മാതിരിയാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുക. ചിലവർക്ക് മുടി കൊഴിഞ്ഞു പോകും, ചിലവർക്ക് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, ചിലവർക്ക് ഈ പറഞ്ഞ മാതിരി ശരീരത്തിൽ പലതും ബാധിക്കും, ശ്വാസം മുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പല രോഗങ്ങളും ഈ വെളുക്കാൻ തേക്കുന്ന ക്രീം കാരണം കൊണ്ട് വരാൻ പോകുന്നുണ്ട്. സാജിക്ക് അതിനെപ്പറ്റി മുമ്പ് അനുഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാജി അത് വാങ്ങി ഉപയോഗിക്കുന്നത്. ചിലവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരിക്കാം, ചിലവർക്ക് കുഴപ്പമുണ്ട്. പക്ഷേ ഞാൻ കണ്ട അനുഭവമാണ് ഞാൻ ഈ പറയണത്. അതേമാതിരി മറ്റൊരാൾ വാങ്ങിയിട്ട് തലമുടി മൊത്തം കൊഴിഞ്ഞു പോയി, വെളുത്തു, തലമുടി കൊഴിഞ്ഞു പോയി. ഈ തലമുടി കൊഴിയണ് കണ്ടപ്പോൾ ഈ ക്രീമിനെ തേക്കൽ നിർത്തിയപ്പോൾ ആദ്യത്തേനേക്കായി കൂടുതൽ കറുപ്പായി മാറുകയും ചെയ്തു. കാരണം ഇത് ഡെയിലി തേക്കണം, ഡെയിലി രാത്രി തേച്ചിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോൾ കഴുകിക്കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് പോകാൻ പാടില്ല, രാത്രി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പകൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ വെളുക്കണോ എന്നാലോചിച്ച് നോക്കി. കാരണം എന്താ വെച്ചാൽ കറുപ്പായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളെ മനസ്സ് വെളുപ്പാണെങ്കിൽ നമ്മളെ എന്ത് കറുപ്പും നമ്മളെ മാച്ച് കളയും. നമ്മളെ മനസ്സാണ് വെളുക്കേണ്ടത്, അല്ലാതെ ശരീരം മുഖം അല്ല വെളുക്കേണ്ടത്. ആ വെളുപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നത് വെറുതെയാണ്. അതപ്പോൾ അതിനെ നിങ്ങൾ മാറ്റി, അല്ലാത്ത തന്നെ ഉണ്ടല്ലോ നമ്മളെ ഇഷ്ടംപോലെ ഉപയോഗിക്കണം. ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നു ഫെയർ ലവ്ലി അങ്ങനത്തെ സാധനമൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഈ പറയുന്ന മാതിരി ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണവർ ശ്രദ്ധിക്കുക. കാരണം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പെണ്ണിന് വന്ന മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാജി നിൻ്റെ നീ കൊടുക്കുന്ന സാധനമാണ്, നിൻ്റെ പേരിലാണ് പരാതി വരിക, അതുകൊണ്ട് നീ അത് നോക്കണം, പേര് മാറ്റി നിൻ്റെ സ്വന്തം പേരിലാണ് നീ ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നത്, അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. ആരെങ്കിലും ഇത് പകൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം നിനക്കാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ തൊലിയൊക്കെ പൊളിഞ്ഞു പോകും. തൊലിയൊക്കെ പൊളിഞ്ഞു പോയി പല പ്രശ്നങ്ങളും ഉണ്ടാകും. കണ്ണിനെ കാഴ്ച ബാധിക്കും, തലമുടി കൊഴിഞ്ഞു പോകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു ക്രീം കാരണം കൊണ്ട് വരുന്നുണ്ട്. അതൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ട് ആ ഡോക്ടർ പറയുന്നത് തന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിവരവും അറിയാത്ത സാജി ഇത് കൊടുക്കുമ്പോൾ നാളെ ആരെങ്കിലും ഇത് അറിയാതെ പകൽ തേച്ച് അവരെ മുടി കൊഴിഞ്ഞു പോവുകയോ കണ്ണിനെ ബാധിക്കുകയോ അവർക്ക് ശ്വാസം മുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാധിക്കുക ഈ പറഞ്ഞ മാതിരി അറിവില്ലായ്മ കൊണ്ട് പകൽ തേച്ചിറങ്ങി പോവുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാജിക്ക് പ്രശ്നമാവും. ഇത് ഒരുപാട് ആൾക്കാർ എടുത്ത് ചെയ്യണത് ഞാൻ കണ്ടു. ഉത്തര ഉണ്ണിപ്പന്ന് രാവിലെയാണ് അവളെ വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് എനിക്കും ഒന്ന് പറയണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കച്ചവടം ചെയ്യാം, പല കച്ചവടങ്ങളും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇത് അവരെടുത്ത് വെച്ചിട്ട് ചിലവാകാത്ത പ്രോഡക്റ്റ്. കാരണം നിനക്ക് 3 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരാളാണ് നീ. അപ്പം അതുകൊണ്ട് നിൻ്റെ ഇതിലൂടെ പക്ഷെ ഞങ്ങളത് വാങ്ങിയ ഈ ഞാൻ പറഞ്ഞ ആൾ വാങ്ങിയ ബോട്ടലും സാജി കാണിക്കുന്ന ബോട്ടലുമായിട്ട് മാറ്റമുണ്ട് കേട്ടോ. ബോട്ടലിലും മാറ്റം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ വാങ്ങിച്ചിരുന്ന ബോട്ടൽ ഒരു വേറൊരു സൈസ് ബോട്ടലിലാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ചേച്ചി, ഞങ്ങൾ കണ്ട ബോട്ടൽ. പക്ഷേ സാജിയുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ബോട്ടിൽ മാറ്റമുണ്ട്. പക്ഷെ അതെങ്ങനെയാണെങ്കിലും സാജി നാളെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ കുടുങ്ങും. അതുകൊണ്ട് നീ ഈ പ്രോഡക്റ്റ് വിവരം പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ നാളെ ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉത്തരവാദിത്തം ഏൽക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ ചെയ്യണം. വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും പറയണം ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വെളുക്കും. നിങ്ങൾ കുഴപ്പമില്ല, വെളുക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെളുക്കും. പക്ഷെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേറെ കറുക്കും ചെയ്യും.
ഇതൊക്കെ നമ്മളെ കൺമുമ്പിലുള്ളതാണ്. കാരണം കറുത്തവർ വാങ്ങി ഉപയോഗിച്ച് നമ്മളെ അനുഭവത്തിൽ കൂടെ അത് കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ അത് കാണാതെ പറയുന്നതല്ല, കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നും ഈ ഉപയോഗിച്ച ആൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരു ക്രീം ഉപയോഗിക്കണില്ല. ഉപയോഗിക്കുന്ന ആൾ ഇപ്പോഴും അതേ പഴയ പേരലവിൽ തന്നെ ഉപയോഗിച്ചും കൊണ്ട് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ക്രീമിനെ പറ്റി നീ ഫുള്ളായിട്ടുള്ള വിവരം പറഞ്ഞുകൊണ്ട് നീ ക്രീം കൊടുക്കണം. അതല്ലെങ്കിൽ നാളെ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇതേ വാങ്ങിയ ആൾ, ഉപയോഗിച്ച ആൾ, ശരീരം വിണ്ട് ചെളുക്കെടുത്ത ആൾ ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ പേരിൽ പോയി പെറ്റീഷൻ കൊടുക്കാനോ ആ ഡോക്ടറെ തന്നെ തിരിച്ച് ചെല്ലാനോ പോയി വിവരം പറയാനോ പറഞ്ഞപ്പോൾ ഞങ്ങളടുത്ത് വന്ന് ഈ അനുഭവിച്ച ആൾ പറഞ്ഞ വിവരം ഡോക്ടർ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഇത് പകൽ തേച്ചാൽ അല്ലെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് തിരിച്ച് ചെല്ലാൻ പറ്റില്ല, എനിക്ക് വെളുത്താൽ മതി ഡോക്ടറെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അതേമാതിരി തിരിച്ചു പോയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചെല്ലാൻ പറ്റില്ല, ഡോക്ടർ എല്ലാ വിവരം പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി സാജിയും കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ നിനക്കത് പ്രശ്നമല്ല. അല്ലാത്ത വെളുക്കും സുന്ദരിയാകും എന്ന് പറഞ്ഞു കൊടുത്താൽ നാളെ ഇതുകൊണ്ട് പല ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാ മനുഷ്യന്മാരും ഒരുമാതിരിയല്ല. ചിലവർ അറിവില്ലാത്തവർ ചിലപ്പോൾ ഇത് രാത്രി 2-3 നേരം തേക്കുമ്പോൾ നന്നായിട്ട് കളറ് വരുമ്പോൾ ശരി മഴക്കാലല്ലേ, വെയിലില്ലല്ലോ, നമുക്ക് തേക്കാം, വെയിൽ കൊള്ളാനല്ലേ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, വെയിൽ കൊള്ളണ്ട, ഇപ്പോൾ വെയിലില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ തേച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് വിവരം പറഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ കുടുങ്ങും. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണില്ല. ക്രീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉത്തര ഉണ്ണിയും കൂടി ഒരു വീഡിയോ, ആദ്യം തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഉത്തര ഉണ്ണിയും കൂടി ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്കത് തോന്നി. അതേമാതിരി തന്നെ ഒരു ഡോക്ടറും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ ഉത്തര ഉണ്ണിയുടെ ഒന്ന് സൈഡ് ഭാഗം ഞാൻ ഒരാളെ വീഡിയോയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ കാണിച്ച് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ പറയും ചെയ്യും. അപ്പോൾ അതേ മാതിരി ഞാൻ പറയാണ്, പ്രശ്നങ്ങളിലേക്ക് പോവണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്നിനെ 5 മക്കളുണ്ട്, അവരെ വളർത്തിക്കൊണ്ടിരുന്ന. അപ്പോൾ ഈ ക്രീമിൻ്റെ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നങ്ങളിൽ പോയി ചാടണ്ട. അപ്പോൾ ഏതായാലും ഞാൻ നിർത്തുകയാണ്. എൻ്റെ 12 മിനിറ്റായി വീഡിയോ. എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും, എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മളെ മരിക്കുന്ന സമയത്ത് ഈമാനും മാഫിയത്തും തീർക്കുക. മരിക്കുന്ന സമയത്ത് ഈമാൻ എന്ന് പറയുന്നത്, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം, ആയുസ്സോടെ ഉണ്ടെങ്കിൽ.